ശരിക്കും അരുൺകുമാറിന്റെ മരണം അത് വേദനാജനകം തന്നെയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇപ്പോൾ ജ്യേഷ്ഠനാണ്, അപ്പോൾ അനിയൻ മരിച്ച ദുഃഖത്തിലാണ്, മാനസികാവസ്ഥയൊക്കെ അറിയാം. എങ്കിലും എന്താണ് ശരിക്കും സംഭവിച്ചത്? അത് പിന്നെ രാത്രി എപ്പോഴും കുറച്ച് വൈകിയ താമസിച്ച് വരുമ്പോൾ ഇത് പറ്റിയെന്ന് അറിഞ്ഞില്ല. ഒരു 3-4 ദിവസം കാണില്ല അവനെ. 29-ാം തീയതി മുതൽ അവനെ കാണില്ല. ഞങ്ങൾ കളപ്പശാല സ്റ്റേഷനിലൊക്കെ കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ പാലക്കാട് താമസം. ഞാൻ പാലക്കാടാണ് താമസം. എൻ്റെ ഒരു മാസം എൻ്റെ പപ്പ മരിച്ചോളൂ. ഒരു മാസമായിട്ട് ഞാൻ കാണാനില്ല എന്ന് പരാതി കൊടുത്തിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് ഇന്നലെ വെളുപ്പിനാണ് അറിയുന്നത്. ചേച്ചി കണ്ടിട്ടുണ്ട്. അനീഷിന്റെ ഭാര്യയുടെ അച്ഛനാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് സ്ഥിരമായിട്ട് ഒരു ജോലിയുള്ള ഒരു പയ്യനാണ്. ഇങ്ങനെ കൂലിപ്പണി പോലെയൊക്കെ വണ്ടിയുടെ സ്പ്രേ പെയിന്റിങ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെ രാത്രി കഴിഞ്ഞ തിങ്കളാഴ്ച, അപ്പോൾ എന്നത് തിങ്കളാഴ്ച ഇവിടെ നിന്ന് ഒരു 11 മണിക്ക് വീട്ടിൽ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് കൊച്ചുമോൻ 2 മക്കളുണ്ട്. അതിൽ മൂത്ത കുട്ടി സ്കൂളിൽ പോയിരുന്നു. മലയൻകീഴ് സരസ്വതി വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. ഇളയ കൊച്ചു 3 വയസ്സായ എൻ്റെ കൂട്ടത്തുണ്ടായിരുന്നു, അപ്പൻ്റെ കൂട്ടത്ത്. അപ്പോൾ പറഞ്ഞിട്ട് പോകുന്നു, വീട്ടിൽ നിന്ന് ആഹാരവും കഴിച്ചുകൊണ്ട് പോയിട്ട് കാട്ടാക്കട പോയി. ഒരു വണ്ടി, കൂട്ടുകാരൻ്റെ ഒരു വണ്ടി സ്റ്റേഷനിൽ എന്തോ കൊണ്ടുപോയി. അങ്ങനെ ഇറക്കാനായിട്ട് പോയിട്ട് നേരത്തെ വരുമെന്ന്. അപ്പോൾ ഭാര്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ IC വാർഡിൽ നേഴ്സാണ്. മകള് ജോലിക്ക് പോയിരുന്നു, വന്നില്ല. അപ്പം വൈകുന്നേരം വരെ ആയിട്ടും മോള് ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിൽ 6 മണിയായിട്ട് വന്നിട്ടും പുള്ളിയെ കാണാനില്ല. ഞങ്ങൾ രാത്രി 11:30 മണിയോളം ഇവിടെ നോക്കിയിരുന്നു. 11 മണിയോളം നോക്കിയിരുന്നിട്ട് ആളെ കാണാത്തത് കൊണ്ട് വിചാരിച്ച് ഇനി വരൂല, അവിടെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വിളിച്ച് പറയും. അങ്ങനെ വിളിച്ച് പറഞ്ഞില്ല. നടന്ന സംഭവം എന്തെന്ന് വെച്ചാൽ, അവിടെ പയ്യന്മാരുമായിട്ടൊക്കെ കമ്പനി അടിച്ച് എന്തോ ഒരു ചെറിയ ഇതൊക്കെ നടത്തി, കൂട്ടി. അങ്ങനെ നടന്ന് വണ്ടി കയറി ഇങ്ങി വരാൻ വന്നപ്പോൾ കവന്ന് വീണു എന്ന് പറയുന്നു. അങ്ങനെ ആശുപത്രിയിൽ, ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊന്നും ഇട്ടില്ല, മരുന്നെല്ലാം വെച്ച് കെട്ടി അവർ കൂട്ടുകാരന്മാർ തന്നെ ഇവിടെ കൊണ്ടുവന്നത് രാത്രി 11:30 മണിക്ക് ശേഷമാണ്. 11 മണി വരെ വീട്ടിൽ നോക്കിയിരുന്ന് കാണാത്തത് കൊണ്ട് ഞങ്ങള് പിന്നെ ഉറങ്ങുകയായിരുന്നു. ഈ 11:30 മണിക്ക് ശേഷം 12 മണിക്കകമാണ് അവരിവിടെ കൂട്ടുകാരന്മാർ 2 പേര് ബൈക്ക് കയറ്റി ഈ റോഡിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയെന്ന് പറയുന്നു. നിങ്ങളങ്ങനെ പറഞ്ഞാൽ പോരല്ല, ഇവിടെ കൊണ്ടാക്കിയിട്ട് പിറ്റേന്ന് കാണാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സംശയം കൊണ്ട് മറ്റേ ഇവിടുത്തെ ഈ ഇതിൽ നോക്കി, ഇവിടുത്തെ ഈ റോഡിലല്ല മറ്റേ ഇതിന്റെ എല്ലാം നോക്കി അവർ കൊണ്ടുവരുന്നതായിട്ടും വിടുന്നതായിട്ടും കണ്ടു. അപ്പൊ ഇന്നലെ പോലീസ് അങ്ങനെ ഞങ്ങൾ വിളപ്പിശാല സ്റ്റേഷനിൽ പിറ്റേന്ന് 2-ന്റെ അന്ന് കേസ് സമർപ്പിച്ചു. അവിടുന്ന് കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അന്വേഷണത്തിന് അവരന്വേഷിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും, ഇതാണ് കിണർ, ഈ കിണറ്റിൽ നോക്കി. അപ്പുറത്തൊരു കിണറുണ്ട്, അത് നോക്കി. ഇവിടുത്തെ പരിസരം കാടായതുകൊണ്ട് കുറച്ച് മൊത്തം എല്ലായിടവും നോക്കി, കാണാനില്ല. തിങ്കൾ ദിവസമായി ചൊവ്വയും കണ്ടില്ല. ബുധനാഴ്ച, അതായത് ഇന്നലെ രാവിലെയാണ് ഈ ഡെഡ് ബോഡി ഇവിടെ നികന്നത്. അപ്പൊ പുള്ളി അവിടെ നിന്ന് നടന്ന് വരുന്ന വഴിക്ക് ഇവിടെ ചാരി നിൽക്കുകയോ അങ്ങനെ വീണതോ, നല്ല പൊക്കമുണ്ട്, എന്നെക്കാട്ടിയും പൊക്കമുണ്ട്. പിന്നെ അങ്ങനെ വീണതാണോ അല്ലാതെ കൈവരിപ്പുറത്തിരുന്ന് വീണതാണോ, ഈ ശാരീരികമായിട്ടുള്ള ഈ അസ്വസ്ഥത ഉള്ളിലുള്ളത് കൊണ്ട് ഇവിടെ കിടന്ന് വീണതാണോ എന്ന് ഒരു പിടിയുമില്ല. ഇവിടെ ആള് വന്ന്, പോലീസൊക്കെ വന്ന്, ഫയർഫോഴ്സ് വന്ന് ഡെഡ് ബോഡി മുകളിലെടുത്ത്, മറ്റാൾക്കാരൊക്കെ വന്ന് എല്ലാം നോക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് 6-7 മണിക്കകത്ത് അടക്കം കഴിഞ്ഞു. പക്ഷെ അതിൽ കൂടുതലൊന്നും നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അല്ല, എല്ലാം നടത്തി, ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്തു. അവര് മൊത്തം വന്ന് എല്ലാം ചെയ്യേണ്ടതെല്ലാം അതിന്റെ വെരിഫിക്കേഷൻ എല്ലാം നടത്തി.
ഇങ്ങനെ സംഭവം. ഇന്ന് 2-ാം ദിവസമായി. ഇപ്പോ രണ്ട് മക്കള്, കുഞ്ഞു മക്കളെ. കുഞ്ഞു മക്കള് രണ്ട് താണ്ട് ഇതാണ് 2 കുഞ്ഞു മക്കള്. എത്ര വയസ്സുണ്ട്? മൂത്ത ആളിന് 6 വയസ്സ്, ഇളയ ആളിന് 3 വയസ്സ്. മരുമകൻ വേറെ പ്രശ്നക്കാർ അങ്ങനെയൊന്നും വലിയ പ്രശ്നമല്ല. മദ്യപിക്കുമ്പോ ചെറിയ മദ്യപാനം കൂട്ടുകാരുമായിട്ട് കമ്പനി കൂടുന്ന കൂട്ടത്തിലാണ്. അല്ലാതെ ഇവിടുത്തെ നാട്ടുകാർക്ക് വീട്ടിൽ വലിയ ബഹളോ ഒന്നുമില്ല. അല്പനേരം ഇതിന്റെ എഫക്റ്റ് തീരുന്നത് വരെ ആള് പുള്ളിയൊക്കെ ഇതാണ്. അപ്പൊ അല്ലാതെ കൂടുതലൊന്നുമില്ല. അതെ ഈ പുള്ളിയൊക്കെ കൂടെ കൊണ്ടുവന്നത് ഇവിടെ ഈ ആളെ. ചേട്ടൻ അനിയനല്ലേ? അവരുമായിട്ടൊക്കെ ഉള്ള കൂട്ടുകാരാണ്. അല്ലാതെ നമുക്ക് വേറെ സംശയപരമായിട്ടൊന്നും. ഉണ്ട്. ഇല്ല അങ്ങനെ സംശയം വന്നിട്ടില്ല ഇതുവരെ. ഇല്ല എന്തായിരുന്നാലും ഇങ്ങനെയാണ് സംഭവം. അതെ, വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ്, മനസ്സിലാകും. അപ്പോ കൂടുതല് ഇല്ല. പോലീസ് എന്തെങ്കിലും പറഞ്ഞോ? അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. വിളപ്പിശാല പോലീസ്. അതെ ഇവിടെ വരും, അന്വേഷണം നടത്തും. ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എല്ലാവരും കൃത്യം വിവരങ്ങളെല്ലാം ചോദിച്ച് ശേഖരിച്ച് അവർ കറക്റ്റ് റിപ്പോർട്ടൊക്കെ എഴുതി എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എതിർത്ത് വരാനുള്ള ഒരു സാഹചര്യം ഒന്നും ഇത്രയും നേരം വരെ ഉണ്ടായില്ല. ഇനി ഇതിന് മേലെന്തെങ്കിലും ഉണ്ടാകുമെങ്കിലേ ഉള്ളൂ. അതിപ്പോ അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. വീട് കാട്ടാക്കട പഞ്ചായത്തിൽ ഇവിടെ കുളത്തുമ്മൽ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസരത്ത് മൈലാടി. അവരെ താമസ വീട്, കുടുംബ വീട്. ഞങ്ങളോട് 2 കുഞ്ഞു മക്കളുണ്ട്. അപ്പോ അവരൊക്കെ അനാഥരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാണ് അല്ലേ? ആരാണ് അനീഷിന്റെ നമ്മുടെ അയൽവക്കുക ആണ്. പരിചയമുണ്ടോ? പരിചയമുണ്ട്. അപ്പൊ അത് ഇപ്പൊ കുഞ്ഞുങ്ങൾ എത്ര വയസ്സുണ്ട്? കുഞ്ഞിന് മൂത്തേന് എത്ര വയസ്സായി? എന്റെ മോളാണ്. മോളെ ഭർത്താവാണ് ഈ കിണറ്റില് ഇടുന്ന് കിടന്നത്. അവൾ മൂത്ത കൊച്ചിന് 7 വയസ്സാകാൻ പോകുന്നു. 2ാമത്തെ കൊച്ചിന് 3.5 വയസ്സായില്ല. 2 കുഞ്ഞുങ്ങള്. അവള് മെഡിക്കൽ കോളേജിലാണ് പിള്ളേർ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ 4 ദിവസം മെഡിക്കൽ കോളേജ് നേഴ്സാണ്. ICയിലാണ്. ഇവിടുന്ന് 2 പയ്യന്മാർ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയിട്ട് ആക്കിയെന്ന് പറഞ്ഞു. ഇവിടെ നോക്കി 4 ദിവസമായിട്ടും പിള്ളയെ കാണാനില്ല. ഞങ്ങൾ രാത്രി 12 മണിക്കൊക്കെ ഞങ്ങൾ പിള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിളപ്പിശാല കൊണ്ടുവന്ന് പരാതി കൊടുത്തപ്പോഴ് ഇപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ നീ വേറെ ഒന്നും അറിയണ്ട, നമ്മളെ പഞ്ചായത്ത് കേന്ദ്രത്തിൽ വന്ന് നോക്കെന്ന് പറഞ്ഞു. അമ്മ മിണ്ടായിരിക്കും, അങ്ങനെ ചെയ്യൂല, അനീഷ് അങ്ങനെ ചെയ്യൂല. എന്നെ വഴക്ക് പറഞ്ഞു. 4 ദിവസമായിട്ടും മക്കളെ ഇവിടെ കാണാനില്ല. എൻ്റെ പിള്ളെ 11:30 മണിയായപ്പോൾ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് പോയി. 2 പയ്യന്മാർ, ഒരു കൂട്ടുകാരന്മാർ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയിട്ട് വീട്ടിലെത്തിയിട്ടില്ല. പിള്ള വീട്ടിലെത്താതെ നമ്മൾ അത്രയും അന്വേഷിച്ചിരുന്നപ്പോ ഇവരെ മോള് ഏശാനിൽ ജോലിക്ക് പോവുകയാണ്. അവരെ കൊച്ചെന്തെന്നറിയാമോ? മോൻ ഇവിടെ കിണറ്റിനകത്ത് എത്തി നോക്കിയപ്പോഴും അവള് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തിയിട്ട് ഇവർക്ക് ഒരു സംശയം പോലെ ഇങ്ങനെ എത്തി നോക്കിയപ്പോഴത്തേക്ക് കിടക്കുന്നു. അങ്ങനെ അവളെ മോളാണ് വിളിച്ച് ഇവരെ വീട്ടിലൊക്കെ അറിയിച്ചത്. അറിയിച്ചിട്ടാണ് പിന്നെ ഇവരെല്ലാരും അറിയിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ച് എല്ലാരും വന്നു. അങ്ങനെയാണ് പിള്ളേ എടുത്തത്. പരാതി നമ്മൾ കാണാനില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്താണെന്ന് സംഭവിച്ചത്. ഇനിയിപ്പോ എന്റെ ചേട്ടനെ വിളിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കാം. പിള്ളേക്ക് 7 വയസ്സ് മൂത്തവന്. പിന്നെ മൂത്തതിന്റെ പേര് അച്ചു, ഇളയ പേര് നിച്ചു. അച്ചുവിന് 7 വയസ്സാവാൻ പോണതേ ഉള്ളൂ. ഈ മാസം 30 തികയും 7 വയസ്സ്. ഇളയ കൊച്ചിന് 3.5 വയസ്സായില്ല. 3.5 വയസ്സ്. അത് ആൺകുഞ്ഞാണ്. അത് നിച്ചു എന്നാണ് പേര്. മോളെ പേര് കിച്ചു. യഥാർത്ഥ പേര്
ശാരിക. അവളെ ഭർത്താവിന്റെ പേര് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? ഒരു 7 വർഷം ആവും. ഉം. നല്ല പാവമായിരുന്നു. നല്ല സ്നേഹമൊക്കെ തന്നെ, നല്ല ജീവിതമൊക്കെ തന്നെ, ഒരു കുഴപ്പമൊന്നുമില്ല. പിള്ള ഇവിടം വരെ വന്നു, അത്ര മാത്രമേ ഞങ്ങൾക്ക് അറിയാവൂ. പിള്ള ഇച്ചിരി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടം വരെ വന്നു എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? അന്ന് നമ്മള് TV-യിൽ നോക്കി, മറ്റേ ക്യാമറയിൽ നോക്കി നോക്കിയപ്പോ 11:30 മണി വരെ ഇവിടെ കൊണ്ടുവന്നാക്കി. ആക്കിയപ്പോഴ് കൊണ്ടുവരാക്കി. പിന്നെ പിള്ള എങ്ങോട്ട് പോയി? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാനിപ്പോ അതും പറയുന്നുണ്ട്, എന്റെ പിള്ള എങ്ങോട്ട് പോയി എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഞാനും എന്റെ മോളും എല്ലാവരും, അവന്റെ കൂട്ടുകാരന്മാരും എല്ലാവരും എവിടെ പോയി എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പക്ഷെ 11:30 മണിയായിട്ടും പിള്ള ഇവിടെ കൊണ്ടുവന്നാക്കി. പിള്ളയെ കാണാനില്ല. എങ്ങോട്ട് പോയി എന്ന് അറിയാനും പാടില്ല, കാണാനില്ല. അതുകൊണ്ട് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഇവിടെ പോയി എന്റെ പിള്ള ഇവിടെ പോയി, എങ്ങോട്ട് പോയി ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, എന്റെ പിള്ളേക്ക് അറിയാൻ പാടില്ല. സുഹൃത്തുക്കൾ അങ്ങ് മയിലാടിയിലുള്ളത് അങ്ങനത്തെ അന്വേഷണത്തിൽ അന്ന് കുടിച്ചോണ്ട് തന്നെ വന്നത്. കൂട്ടുകാരന്മാരെ കൂട്ടത്ത് കുടിച്ച് ഇല്ല, അത് നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ നേരം വെളുപ്പം നമ്മളെ ജോലിക്ക് പോകും. പിന്നത്തെ കാര്യമൊന്നും എനിക്ക് അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. എന്റെ പിള്ള എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഇതുപോലും ഇല്ല. അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്താണ്. മോള് പറഞ്ഞിട്ടുണ്ട്, നീ കൂട്ടുകാരന്മാരോട് കൂട്ടത്തിൽ പോവരുത്, നീ പെട്ടെന്ന് ഇവിടെ വരണം. സന്തോഷത്തോടെ കൂടെ എന്റെ പിള്ളയെ കൊണ്ടാക്കിയിട്ട് പോയ പിള്ളേ ഒന്നുമില്ല. അമ്മേ, അനീഷിനെ പരിചയമുണ്ടോ? പരിചയല്ലേ? ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് തോന്നുന്നത്? നമുക്കൊന്നും അറിഞ്ഞില്ല. അനീഷ് വിളി കേട്ടു ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. നമ്മളിങ്ങ് വന്നില്ല, ഇന്നാണ് വന്നത്. ആ റോട്ടിൽ നിന്ന്, നമ്മളെ വീട് ആ റോഡ് സൈഡ് ജിമ്മുള്ള വീടാണ് നമ്മളെ വീട്. അവിടെ നിന്നല്ലാതെ ഒരു വിശേഷം നമുക്കറിഞ്ഞൂടാ. നമ്മളെ കൂടെ ഇവിടെ വന്ന് 2 കൊച്ചുങ്ങളായി. ഇതുവരെ മുഖത്ത് നോക്കിയാൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങ് പോണാണ് ഒരു സംസാരമോ മറ്റുള്ള ഒരു വിഷയവും ഇല്ല. ഇത്രയും അറിയാന്നുള്ള ആൾക്കാരാണ് നമ്മളെ ഇളയ മൂത്തൊക്കെ കഴിഞ്ഞത് തന്നെ. പക്ഷെ ഈ പയ്യൻ നമ്മളെ മുഖത്ത് നോക്കുകയോ എന്തെന്ന് ചോദിക്കുകയോ മിണ്ടയോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കാണുമ്പോൾ കൊച്ചുങ്ങളെ പിടിച്ചോണ്ട് പോണതോ അവളെ കൂടെ പോണതോ ഒക്കെ കാണുന്നില്ല. സന്ധ്യ തന്നെ ഈ കൊച്ചിനെ അവള് ജോലിക്ക് പോകുന്നതുകൊണ്ട് മേച്ചുണ്ടൊക്കെ നടക്കണം. അതേ നമുക്കറിയാം. ഇവിടെ ഒരു പ്രശ്നങ്ങളോ വഴക്കളോ അടികളോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ അങ്ങ് കിടക്കണ ഇവിടെ സംഭവം ഒന്നും കേട്ടിട്ടില്ല. പിന്നെ അവന് ആ മക്കളില്ല, 2 പെൺപിള്ളേർ ഉണ്ട്. ഈ കൊച്ചിന് ഇവക്ക് 2 ആമക്കള്. മരിച്ച കൊച്ചിന് 2 ആൺപിള്ളേർ, 3 വയസ്സും 4 വയസ്സും ഒക്കെ ആവേ ഉള്ളു പ്രായങ്ങള്. പിന്നെ അവളെ ചേച്ചി അങ്ങനെ 2 പെണ്ണുങ്ങളാണ് ആ സന്ധ്യാനുള്ളത്. 2 ആമക്കള്. ആമക്കള് ഒന്ന് നേഴ്സറി പോണെന്ന് തോന്നുന്നു. അത്ര അങ്ങനെയൊക്കെയുള്ള കുട്ട. അല്ല നമുക്ക് ഭാര്യ വീട് നേഴ്സറി, അവിടെ മെഡിക്കൽ കോളേജിൽ നേഴ്സ്. പേരെന്തോ ഇതൊക്കെയാണ് ഇത്. പെണ്ണിന്റെ പേരെന്തര്? അനീഷ് ജോലിക്ക് പോണ കുളത്തുമ്മ സ്കൂളിന്റെ അവിടെയാണ്, കാട്ടാക്കട. അങ്ങോട്ടാണ് അവന് വാസം. അവന്റെ കുടുംബ വീടൊക്കെ അവിടെയാണ്. അപ്പൊ അവിടെയാണ് അവൻ ജോലിക്ക് പോണതും വരണതും പിടിക്കുന്നതും വരണതും എല്ലാം. അതൊക്കെ നമുക്കറിയാവൂ, അല്ലാതെ വേറെ ഒരു ചരിത്രവും നമുക്കറിയാം. അതും ഇന്നലെ രാവിലെയാണ് നമ്മൾ അറിയുന്നത്. എന്റെ മോള് പാല് വാങ്ങിക്കാൻ പോയപ്പോഴും ഫോണിലൊക്കെ കിടക്കണു, ഇന്നാരെ കണ്ടില്ല. സ്വപ്പം കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ ജിമ്മിന്ന് ഇറങ്ങി ഓടണം. എന്താണെന്നിട്ട് ശശിയണ്ണൻ്റെ ഇളയ മരുമോൻ കിണറ്റിനകത്ത് കിടക്കണു എന്ന് പറയുന്നത്. അങ്ങനെ പോകണം. ഒരു 2 ആംബുലൻസ് വരണുണ്ട്. സംഭവങ്ങളൊക്കെ ആയി നമ്മൾ പുറത്തൊക്കെ നിന്ന് കണ്ടു. ഇതൊക്കെ നമുക്കറിയാം. വേറെ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മളെ കേൾവിയിലും ചെവിയിലും കേട്ടിട്ടില്ല. നമുക്ക് മക്കളുണ്ട്, മരുമക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ട്. നമുക്ക് ആരെ കാര്യവും കാണാത്തത് കണ്ടെന്ന് പറയാനും കേൾക്കാത്തത് കേട്ടു എന്ന് പറയാനും നമ്മൾ ബാധ്യതക്കാരല്ല. നിങ്ങൾ ചോദിച്ചു, എൻ്റെ പിള്ളയെ പോലെ ഇളയ മൂത്ത മോൾക്ക് 46 വയസ്സായി. ആ മോളെ പോലെ അതിൻ്റെ ഇളയത് എൻ്റെ മോന് 41 വയസ്സായി, 4ാമത്തെ മോന്. അപ്പം അങ്ങനെ ഒരു സ്വഭാവ രീതിയിൽ സംസാരിച്ചെന്നുള്ളതേ ഉള്ളൂ. പഞ്ചായത്ത് കിണർ നമ്മളെല്ലാവരും കോരി കുടിച്ച കിണറാണ്. ഇപ്പം എല്ലാവർക്കും പൈപ്പ് വന്നപ്പം കിണർ ഇങ്ങനെ കിടക്കുന്നു. ഉപയോഗിക്കാതായിട്ട് കുറേ നാളായി. എന്നാലും ഒരു 10-40 വർഷം വരും ഈ കിണർ വെട്ടിയിട്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് മുമ്പേ അല്ല, അതിന് പിറകെ തന്നെ ഇങ്ങനെയൊക്കെ പോണ്. ഇത്ര തന്നെ. ഇപ്പൊ ആരും കോരനില്ലാണ്ട് ഇങ്ങനെയൊക്കെ കിടക്കണം. എല്ലാവരും കപ്പിയും കയറും ഒക്കെ കൊണ്ടിട്ടാണ് ഒക്കെ കോരിക്കൊണ്ടൊക്കെ ഇത്. ഇപ്പൊ എല്ലാവരും വീടുകളിലും പൈപ്പായപ്പോൾ
ഇങ്ങനെയുള്ള സമ്പ്രദായം കണ്ടിരുന്നു കൊരക്കയില്ല. നമ്മൾ ഈ വഴി വരികയില്ല, ഒരു കാര്യത്തിന് വല്ല ഇതുപോലൊക്കെ ഉള്ള സംഭവത്തിനൊക്കെ വരും. ഇവിടെ ഈ ഒരു ഒറ്റപ്പെട്ട വീട്, ഇതൊരു വീട്, ഇവിടെ ആൾ താമസമില്ല. അത് അവരുടെ മുറ്റം തന്നെ, അവിടെ ആൾ താമസമുണ്ട്. ആ വീട്ടിൽ ആ പെണ്ണ് നേരം നോക്കുമ്പോൾ ഒരു ദിവസവും മേച്ചറ ബസ് കിട്ടൂല. നമുക്ക് നടയിൽ കൂടെ മേച്ചറ ബസ് പോകും കിട്ടൂല. ഓടി ഇരച്ച് കിള്ളി ചെന്നാണ് പിന്നെ ബസ്സിൽ പോകണം. അങ്ങനെയൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള ഒരു ശല്യങ്ങളൊന്നുമില്ല. ആ പയ്യനെ കൊണ്ടുപോകും, നമുക്കാർക്കും ഒരു ശല്യമില്ല. ആ തന്തിയാനൊക്കെ നല്ല സ്നേഹമാണ്. അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1 മാസം നാളെ തികയുന്നു ഈ പയ്യൻ്റെ അച്ഛൻ. അപ്പം അങ്ങനെയൊക്കെ പോകണമോളെ, ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല.